ഒരു ദിവസം എത്ര രൂപയ്ക്ക് ജോലി ചെയ്യും? 1000 രൂപ. ഒരു മാസം എത്ര രൂപ വീട്ടിൽ അയച്ചു കൊടുക്കും? 25,000 രൂപ പ്രതിമാസം അയച്ചു കൊടുക്കും. എത്ര വയസ്സായി? 27 വയസ്സ്. അതായത് സന്തോഷിന്റെ പ്രായത്തിലുള്ള കേരളത്തിലുള്ള ചെറുപ്പക്കാര് അവരിതേപോലെ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അതിനെ കുറിച്ച് എന്ത് പറയണു? എന്താ പറയാ, അത് കണ്ടില്ലേ, എന്ത് അന്തസ്സായിട്ട് ജോലി ചെയ്ത് ഒരു ദിവസം 1000 രൂപയാണ് ശമ്പളം. അതും മഹാരാഷ്ട്രയിൽ നിന്ന് വന്നാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇവിടെ കടത്തിണ്ണെ കുത്തിയിരിക്കുന്ന സമയത്ത് നമ്മളെ ചെറുപ്പക്കാർക്ക് ഇതിന് താല്പര്യമില്ല അല്ലേ? അതാണ്. ഹലോ, എവിടെ വീട്? മഹാരാഷ്ട്ര. എന്താണ് പേര്? സന്തോഷ്. ഇവിടെ എത്ര വർഷമായി വന്നിട്ട്? 7 വർഷം. എങ്ങനെയുണ്ട് നമ്മളെ ഇവിടുത്തെ ജീവിതം? നല്ലതാണ്. കേരളത്തിലെ എല്ലാവരെ കുറിച്ചും നല്ല അഭിപ്രായമാണ്. അപ്പൊ എത്ര മാസം കൂടുമ്പോ തിരിച്ച് വീട്ടിൽ പോകും? 3 മാസം 4 മാസം. 3 മാസം 4 മാസം. ഒരു ദിവസം എത്ര രൂപയ്ക്ക് ജോലി ചെയ്യും? 1000 രൂപ. ഒരു മാസം എത്ര രൂപ വീട്ടിൽ അയച്ചു കൊടുക്കും? 25,000 രൂപ പ്രതിമാസം അയച്ചു കൊടുക്കും അല്ലേ? കല്യാണം കഴിഞ്ഞാണോ? കഴിഞ്ഞു. എത്ര കുട്ടികള്? 2 കുട്ടികൾ. മോനോ മോളോ? 2 മോൻ. എത്ര വയസ്സായി? എനിക്ക് അല്ല, മക്കൾക്ക്? ഒരാള് 5, ഒരാള് 3. 5. മഹാരാഷ്ട്രയിലെ എവിടെയാണ്? മഹാരാഷ്ട്ര അമരാവതി ഡിസ്ട്രിക്ട്. എവിടെ? അമരാവതി ഡിസ്ട്രിക്ട്. എത്ര വയസ്സായി? 27 വയസ്സ്. എന്നും ജോലിയുണ്ടോ? ജോലി ഡെയിലിയാണ്. ഇപ്പൊ ഈ ഫ്രൂട്ട്സ് എവിടെ നിന്നാണ് കൊണ്ടുവരണേ? കരുനാഗപ്പള്ളി. അപ്പൊ കരുനാഗപ്പള്ളി തന്നെയാണോ താമസം? ഒറ്റയ്ക്കാണോ ബാച്ചായിട്ടോ? ബാച്ചായിട്ട് 9 പേരുണ്ട്. ഈ 9 പേർക്ക് ഇത് തന്നെയാണോ ജോലി? സെയിം ഫ്രൂട്ട്സിന്റെ സെയിൽസ് ആണ്. അപ്പൊ ജീവിതം ഹാപ്പിയാണ്. അതായത് സന്തോഷിന്റെ പ്രായത്തിലുള്ള കേരളത്തിലുള്ള ചെറുപ്പക്കാര് അവരിതേപോലെ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അതിനെ കുറിച്ച് എന്ത് പറയണു? എന്താ പറയാ, എന്റെ ജോലി അത്ര കഷ്ടമില്ല, നല്ല ജോലിയുണ്ട്. 3 മണിക്കൂർ മാത്രം ജോലിയുണ്ട്. 3 മണിക്കൂറേ ഉള്ളൂ? രാത്രി 3 മണിക്ക് ഇറങ്ങണം. രാത്രി 3 മണിക്ക് ഇറങ്ങും. പിന്നെ ഇത് വണ്ടി ലോഡ് ആക്കിയിട്ട് സാധനം കൊടുക്കട്ട് തിരിച്ചു പോകണം, അത്രേ ഉള്ളൂ. എന്നിട്ട് തിരിച്ചു പോകും. ഇനി നേരെ കരുനാഗപ്പള്ളിയിലോട്ട് പോകും. എത്ര കടകൾക്ക് കൊടുക്കും? 3 കട 4 കട. 3 കട 4 കട. അപ്പൊ ഈ ഫ്രൂട്ട്സ് ഒക്കെ വരുന്നത് എവിടെ നിന്നാണ്? ഇത് നമ്മുടെ ഇതല്ലേ എറണാകുളം. അവിടെ തന്നെ കുറച്ച് വരും, പിന്നെ ബാക്കി മഹാരാഷ്ട്രയിൽ വരും. അതിനുള്ളൂ, വേറെ സ്ഥലത്തോട്ട് വരുവാണ്. അപ്പൊ ഇനി കേരളം വിട്ടു പോകണമെന്ന് താല്പര്യമില്ല? ഇല്ല, കുഴപ്പമില്ല, ഇവിടെ തന്നെ ജീവിക്കും. അല്ല, പോവും. അപ്പൊ വോട്ട് ചെയ്യുന്നതൊക്കെ എവിടെയാണ്? വോട്ടിങ് മഹാരാഷ്ട്രയിൽ തന്നെ. നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? സൂപ്പറാ. ഞാൻ പറഞ്ഞു ഇപ്പൊ അവിടെ നല്ല ഇതായില്ലേ മഹാരാഷ്ട്രയിൽ? നല്ല ഇതായി. പിന്നെ എന്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന് കേരളത്തിൽ വന്നു? അവിടെ ശമ്പളം കുറവാണല്ലോ, ഇപ്പൊ ജോലി കൂടുതലുണ്ട്. ജോലി നമുക്ക് സാധനം കിട്ടത്തില്ല. അങ്ങനെ. അപ്പൊ കേരളത്തിൽ ശമ്പളം കൂടുതലായതുകൊണ്ടാണ് ഇവിടെ വന്നത് അല്ലേ? ഓക്കെ, സന്തോഷ്. ഓക്കെ, താങ്ക് യു. അണ്ണോ, ഇപ്പൊ ഒരു മഹാരാഷ്ട്രക്കാരനാണ് ഇവിടെ ഫ്രൂട്ട്സ് ഇറക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇങ്ങനെയുള്ള ഒരു തൊഴിലിൻ്റെ അടുത്ത് താല്പര്യമില്ല. എന്ത് പറയണു? അവർക്ക് അത് താല്പര്യക്കുറവാണ്. അവർക്കത് നേരെ വണ്ണം ജീവിച്ച് തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടെങ്കിൽ അത് നടക്കുമായിരുന്നു. അത് കണ്ടില്ലേ, എന്ത് അന്തസ്സായിട്ട് ജോലി ചെയ്ത് ഒരു ദിവസം 1000 രൂപയാണ് ശമ്പളം. അതും മഹാരാഷ്ട്രയിൽ നിന്ന് വന്നാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇവിടെ കടത്തിണ്ണെ കുത്തിയിരിക്കുന്ന സമയത്ത് നമ്മളെ ചെറുപ്പക്കാർക്ക് ഇതിന് താല്പര്യമില്ല അല്ലേ? അതാണ്.